തള്ളുകൊണ്ട് മാത്രം നീങ്ങുന്നത് നമുക്കറിയാം, പക്ഷെ നുണ കൊണ്ട് മാത്രം നീക്കിക്കൊണ്ട് പോകുന്നു. नहीं, अभी कोशिश कर रहे हैं. क्या कोशिश है जी? हाँ, आप नहीं जानते क्या कोशिश कर रहे हैं? कोशिश तो आप लोग कर रहे हो. हाँ, आपको नहीं 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 आप ऐसा मत बोलने का. सरकार ये जो डिजाइन किया है उसके लीगल और नियमित रूप के घटना जो है उसके अंदर खड़े होके हमें कुछ करना है तो करने की कोशिश करेंगे. ये कोशिश के बारे में मैं आपसे बोला. What was? सेंट्रल गवर्नमेंट का जो हिस्सा है वो क्या जनधन अकाउंट से इन लोगों को मिलेगा? जनधन अकाउंट से वो भी जनधन डायरेक्ट बेनिफिट ट्रांसफर ये भी किसानों को मिलता है. ये भी जब चर्चा हुई किसानों को जैसे आप किस चैनल से हो? Okay. Now, what was my first suggestion when I came here, when they requested my presence here? I told them the only loyal means of the money reaching you is ask the Prime Minister to send the central component, whether it is incentive, anything, through direct benefit transfer. That was my suggestion. I have proposed it to the government, the Modi government. They are thinking over it, but there are some hitches. I'm told about it. But I'm keeping my fingers crossed. It might happen. Because my man there at the helm of affairs is a specialist in surgical strikes. There will be a surgical strike. That is my expectation. होना चाहिए. ये मैं भी चाहता हूँ, उन लोगों को भी ये मिलना. ये सारे इस राष्ट्र के जो उनके जो काम से भलाई मिला, द लिविंग. അയ്യോ, എല്ലാം കൂടെ അവിടുന്ന് ഹിന്ദി ചെയ്യാവുന്ന പരമാവധിയല്ല. എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രി പറയുന്നത് ഇതെല്ലാം കൊടുത്തു, ഒരു പൈസ. ഇതിപ്പോ നിയമസഭയിലടക്കം മന്ത്രി പറയുന്നത് കേന്ദ്രം കഴിഞ്ഞ 2024 പൂജ്യമാണ് തന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾ പരിശോധിക്കണം. അത് കേരളത്തിനകത്താണ്, ഇന്ത്യൻ പാർലമെന്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് നുണയൊന്നും പറയാനൊക്കത്തില്ല. ഫാക്ട്സ് അല്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും. പ്രതീക്ഷിക്കേണ്ടതാണോ? കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു, അപ്പൊ ഇനിയൊന്നും അവിടെ കിട്ടാനില്ല, അങ്ങനെയല്ലേ മനസ്സിലാക്കി? കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് അവസാനിച്ചു. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തരും. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ എന്റെ ജോലി ചെയ്യുന്നുണ്ട്. എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നത്? എന്റെ മന്ത്രി, എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത്. അത് നുണയാണോ എന്ന് അന്വേഷിക്കും. ഈ രണ്ട് വാദത്തിനിടയിൽ ആശമാര് സമരം തുടരേണ്ടി വരുമോ? എന്താണ്? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനൊക്കെ ഇല്ല. ഞാൻ നടക്കുന്ന കാര്യങ്ങളെ എനിക്ക് പറയാനൊക്കെ അവസാനിക്കുകയല്ല, ഈ സമരം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. 2012 ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണെന്ന്. അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത്, എന്താണ് ആ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ഇതെല്ലാം ഫാക്ട്സ് അല്ലേ? ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ 80-20, 60-40, 50-50 ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ?
വകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് കൊടുത്താലും ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു വാക്കിന്റെ ആയുധം എടുത്തു വെച്ച് അങ്ങ് ഇല്ലായ്മ ചെയ്തത്. തൃപ്തിയായല്ലോ എല്ലാവർക്കും. ആ ഒരൊറ്റ വാക്കിൽ കടിച്ചു തൂങ്ങി അല്ലേ? അതിന്റെ വിഷയം എവിടെ പോയി? ആദിവാസികൾക്ക് അയച്ച കാശ് വക മാറ്റിപ്പോയി, അല്ലെങ്കിൽ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ ലാപ്സാക്കി. എല്ലാം പാപമാണ്. ആ വിഷയം എവിടെ പോയി? ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങൾ എല്ലാവരും കൂടി? സമാനമായ രീതിയിൽ ഇവർ വക മാറ്റുന്നുണ്ട് ഇവിടെ. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി വ്യാഖ്യാനിക്കേണ്ടതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിന്, നിങ്ങളുടെ കച്ചവട മനസ്ഥിതി വെച്ച്. നിങ്ങൾക്കിത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാതാടി ഒരാഴ്ച 2 ആഴ്ച കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. അതിനൊന്നും ആയുധമാവാൻ എനിക്കൊക്കെ. കേന്ദ്ര ഫണ്ട് കൊടുത്തു, സംസ്ഥാനം അത് ചെലവഴിച്ചു എന്ന് അറിയില്ല. അപ്പൊ ഒരു അന്വേഷണ കേന്ദ്രം നടത്തണ്ടേ? കൊടുത്ത ഫണ്ട് എവിടെ പോയെന്ന് അറിയണ്ടേ? എന്തിന്? നിങ്ങളിവിടെ കേരളത്തിൽ ജനങ്ങളില്ലേ? കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ? നിങ്ങൾ അന്വേഷിക്കൂ. കേന്ദ്രത്തിൽ അതോ ഇനി അതിനും CBI കൊണ്ടുവരണം? CBI വേണ്ട, കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര ഉത്തരവാദിത്വം തീരുമോ? ആരെങ്കിലും വകമാറ്റി ചെലവഴിച്ചെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ? അല്ല, അതിനല്ലേ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത്. അത് ഔദ്യോഗികം ആവശ്യപ്പെടും. ആവശ്യപ്പെടാനൊന്നുമില്ല, കൊടുത്തേ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിലേ അടുത്ത ഗഡു വരൂ. കൊടുക്ക. അങ്ങനെയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടത്. ആ കാര്യമാണ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിച്ചത്. കേന്ദ്രം ഇത്രനാളും തന്നിട്ടില്ല. ഇക്കാര്യങ്ങൾ സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്രത്തോട് പലതവണ ചോദിച്ചതാണ് പറയുന്നത്. ഭാഷ മനസ്സിലാവാത്തോണ്ടായിരിക്കും. കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഭാഷ ചിലപ്പോൾ മനസ്സിലാവാത്തോണ്ടായിരിക്കും. ക്ഷമിച്ചേക്കും. താങ്ക് സുരേഷ് ഗോപി ആശമാരുടെ സമരപ്പന്തലിൽ വീണ്ടും പിന്തുണയുമായി എത്തിയിരിക്കുന്നു. വേതനം കൂട്ടുമെന്ന് കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം. പിന്തുണയുമായിട്ടാണ് വീണ്ടും സുരേഷ് ഗോപി എത്തിയത്. സമരം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. വീണ്ടും പിന്തുണയുമായിട്ട് സമരപ്പന്തലിൽ എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. കേന്ദ്രം ഇന്ന് വേതനം കൂട്ടുമെന്ന്, ആശാവർക്കർമാരുടെ വേതനം കൂട്ടുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാജ്യസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനമുണ്ടായിരിക്കുന്നത്. ആശമാരുടെ സമരപ്പന്തൽ സന്ദർശനം. കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നുണ്ട്. വിനയ, വേതനം കൂട്ടുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി വീണ്ടും ആശാവർക്കർമാർക്ക് പിന്തുണയുമായിട്ട് സന്ദർശനത്തിനെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഇന്ന് രാജ്യസഭയിലായിരുന്നു JP നദ്ദ, കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടുള്ള JP നദ്ദ ഇത്തരത്തിലൊരു The central government, the health, social, family and social welfare ministry has done it loyally well. You very well know that a central minister on record, on the floor of the house, cannot lie. What will it lead to? Are you not aware? So he has said it there. Now you can question the state government. Who has gone wrong? Where have things gone wrong? Correct it. No one is going to hang you. There is time left to get it corrected. Do it. See, we are not worried about what they say. Our books will talk. Our account books will talk. Our dispersal record will speak. And it is resonating. Do you have the guts or the true grit to break that muscle? Thank you. Thank you. ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. കേന്ദ്രം വേതനം കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പിന്തുണയുമായിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, വേതനം കൂട്ടുമെന്ന് കേന്ദ്രം ഇന്ന് പാർലമെന്റിൽ രാജ്യസഭയിലടക്കം കേന്ദ്രമന്ത്രി ഉന്നയിച്ചൊരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ വീണ്ടും പിന്തുണയുമായിട്ട് എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്?
അതിന് പ്രധാനമായും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രം ആശാ വർക്കർമാർക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി തീരുമാനം അല്ലെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ സഹായവും നൽകിയിട്ടുണ്ട്. പിന്നെ ആരാണ് നുണ പറയുന്നത് എന്ന് കണ്ടെത്തണമെന്നടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഈ സംസ്ഥാന സർക്കാരും കൂടാതെ കേന്ദ്രം സംസ്ഥാനത്തിന് വിഹിതം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ ഹാജരാക്കണം, എന്നിരുന്നാൽ മാത്രമേ മറ്റു ഗഡുക്കൾ നൽകാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ കേന്ദ്ര സഹമന്ത്രി ഇതിനു മുൻപും ആശാ വർക്കർമാരുടെ സമരപന്തൽ സന്ദർശിച്ച് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായവും നൽകുമെന്നടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാജ്യസഭയിൽ അടക്കം ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഈ വിഷയം ഉന്നയിക്കുകയും കൂടാതെ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഈ വേതനം നൽകും അല്ലെങ്കിൽ വേതന വർധനം ഉണ്ടാകുമെന്നടക്കം പ്രഖ്യാപിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരപന്തൽ സന്ദർശിച്ചിരിക്കുന്നത്. 30 ദിവസമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമരപന്തൽ സന്ദർശിച്ചിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള വിഹിതം നൽകിയിട്ടില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആശാ പദ്ധതികൾക്ക് വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇന്ന് ഈ പിന്തുണ അർപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ആശാ വർക്കർമാരുടെ സമരപന്തൽ സന്ദർശിച്ചപ്പോഴും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമരം അവസാനിപ്പിക്കേണ്ട സമരമാണ്, അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു നടപടി ഉണ്ടാകണമെന്നടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പിന്തുണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച രാജ്യസഭയിലടക്കം ഈ ഒരു വിഷയം അവതരിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരപന്തൽ സന്ദർശിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു മാസം പിന്നിടുകയാണ് ആശാ വർക്കർമാരുടെ സമരം. ഒരു മാസം രാപ്പകൽ സമരം ഒരു മാസം പിന്നിടുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ വേതന വർധനം അടക്കം ഉണ്ടാക്കുമെന്നായിരുന്നു ആശാ വർക്കർമാർക്ക് വേതന വർധനം അടക്കം ഉണ്ടാക്കുമെന്നാണ് കേന്ദ്രമടക്കം ഇന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ പാർലമെന്റിലാണെങ്കിലും ഈ MPമാരടക്കം തന്നെ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി പ്രധാനമായും സംസ്ഥാന സർക്കാരാണ് ഇതിന് കാരണമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കൂടാതെ തന്നെ ഇപ്പോൾ ആശാ വർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിരവധി പ്രതിപക്ഷ പാർട്ടികളടക്കമാണ് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്ന് വേണം വ്യക്തമാക്കണമെങ്കിൽ. കൂടാതെ തന്നെ ഈ ഒരു സമരത്തിന് അല്ലെങ്കിൽ 2ാം ഘട്ട സമരമടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കം ആശാ വർക്കർമാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ആശാ വർക്കർമാരോട് സർക്കാർ കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 17-ാം തീയതി ഈ സെക്രട്ടേറിയറ്റിന് ഉപരോധിക്കുന്ന അല്ലെങ്കിൽ ഉപരോധിക്കുമെന്നടക്കം ആശാ വർക്കർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആശാ വർക്കർമാരുടെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടക്കം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, വിനയ രാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.